ചില ശബ്ദങ്ങളുണ്ട് അധികാരത്തിൻ്റെ ചുവരുകൾക്ക് തടയാൻ കഴിയാത്തത്ര തീക്ഷ്ണമായവ. ചില യാത്രകളുണ്ട് ഭൂപടങ്ങളിലെ അതിരുകൾ മായ്ച്ചു കളയുന്നവ. ചരിത്രം എപ്പോഴും എഴുതപ്പെടുന്നത് ഭരണാധികാരികളുടെ പേനകൾ കൊണ്ടല്ല, നീതിക്ക് വേണ്ടി പോരാടുന്ന സാധാരണക്കാരുടെ ചോരയും കണ്ണീരും കൊണ്ടാണ്. ഒരു വശത്ത് അമേരിക്കൻ ബോംബുകൾ വിഴുങ്ങിയ വിയറ്റ്നാമിന്റെ കനൽ വഴികൾ, മറുവശത്ത് ചോരയിൽ മുങ്ങി ശ്വാസം മുട്ടുന്ന ഗസയുടെ വർത്തമാനകാലം. ചരിത്രത്തിന്റെ ഈ രണ്ട് അധ്യായങ്ങളെയും നെഞ്ചോട് ചേർത്ത് വെച്ച് ലോകത്തിന്റെ മനസാക്ഷിയെ ഉണർത്തുകയാണ് വിയറ്റ്നാമിലെ ഒരു 28-കാരി തിയൂൻ ഗുയിൻ ബാഓങ് ഗോക്ക്. വിയറ്റ്നാമിലെ വലിയ നഗരമായ ഹോച്ചിമിൻ സിറ്റിയിലെ ഒരു സാധാരണ സോഷ്യോളജി വിദ്യാർത്ഥി. ഒഴിവു സമയങ്ങളിൽ കേക്ക് ബേക്ക് ചെയ്യുന്ന, സ്കൂൾ കാലത്ത് മൃഗസംരക്ഷണത്തിന് വേണ്ടി മാത്രം ശബ്ദമുയർത്തിയ ഒരു സാധാരണ പെൺകുട്ടി. അവൾക്ക് മുമ്പ് രാഷ്ട്രീയമുണ്ടായിരുന്നില്ല. പക്ഷേ ഗസയിൽ നിന്ന് ഒഴുകിയെത്തിയ ചോരയുടെ ദൃശ്യങ്ങൾ അവളെ മാറ്റിമറിച്ചു. അൽ അഖ്സ ഹോസ്പിറ്റൽ മുറ്റത്ത് IV ഡ്രിപ്പിൽ കിടക്കവേ ഇസ്രായേൽ ബോംബാക്രമണത്തിൽ ഒരു 20-കാരൻ പച്ചയായി കത്തിയെരിയുന്ന ദൃശ്യം അവൾ കണ്ടു. ആ ദൃശ്യം അവളുടെ ഉറക്കം കെടുത്തി. അവൾ സ്വയം ചോദിച്ചു, ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? സിംഗപ്പൂരിലെ പ്രശസ്തമായ യൂണിവേഴ്സിറ്റിയിലെ മാസ്റ്റേഴ്സ് പഠനം അവൾ പാതി വഴിയിൽ ഉപേക്ഷിച്ചു. നാട്ടിലെത്തി ഫലസ്തീൻ ജനതയ്ക്കായി ഫണ്ട് ശേഖരിച്ചു. പ്രതിഷേധങ്ങൾ, കടുത്ത നിയന്ത്രണങ്ങളിലുള്ള വിയറ്റ്നാമിൽ മുഖമില്ലാതെ അവൾ പ്രവർത്തിച്ചു. പക്ഷേ ഒടുവിൽ അവൾ തന്റെ മുഖം ലോകത്തിന് മുന്നിൽ കാണിച്ചു. അവൾ ഉറക്കെ പ്രഖ്യാപിച്ചു, അധിനിവേശ ശക്തികൾക്ക് സ്വയം പ്രതിരോധിക്കാൻ അവകാശമില്ല. വിയറ്റ്നാം അനുഭവിച്ച അതേ സാമ്രാജ്യത്വ ക്രൂരതയാണ് ഇന്ന് ഗസ അനുഭവിക്കുന്നത്. എനിക്കിനി നിശബ്ദയായിരിക്കാൻ കഴിയില്ല. അവൾ ഗ്ലോബൽ സുമൂദ് ഫ്ലോട്ടില എന്ന അന്താരാഷ്ട്ര സഹായ കപ്പലിൽ പങ്കാളിയായി. ഗസയിലെ പട്ടിണി കിടക്കുന്ന മനുഷ്യർക്ക് മരുന്നും ഭക്ഷണവുമായി അവൾ കടൽ കടന്നു. എന്നാൽ അന്താരാഷ്ട്ര സമുദ്ര അതിർത്തിയിൽ വെച്ച് ഇസ്രായേൽ സൈന്യം അവളെയും കപ്പലിനെയും തടവിലാക്കി. സ്വന്തം മാധ്യമങ്ങളും ഭരണകൂടവും ആദ്യം നിശബ്ദത പാലിച്ചപ്പോൾ വിയറ്റ്നാമിലെ യുവാക്കൾ സോഷ്യൽ മീഡിയയിൽ ഇരമ്പി. 2000-ലധികം ഇമെയിൽ ഹർജികളാണ് എംബസിയിലേക്ക് പ്രവഹിച്ചത്. ഒടുവിൽ ആ ജനകീയ സമ്മർദ്ദത്തിന് മുന്നിൽ 2 ദിവസത്തിന് ശേഷം അവൾ മോചിപ്പിക്കപ്പെട്ടു. ഇത് ബാഓങ് ഗോക്കിന്റെ മാത്രം കഥയല്ല. മ്യാൻമർ വംശഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ട റോഹിംഗ്യൻ ആക്ടിവിസ്റ്റ് കോ തിൻമാങ്ങും ഈ പോരാട്ടത്തിൽ അവൾക്കൊപ്പം ഉണ്ടായിരുന്നു. തെക്കുകിഴക്കൻ ഏഷ്യയുടെ പോരാട്ട വീര്യം ഗസക്കൊപ്പമുണ്ടെന്ന് അവർ വിളിച്ചു പറഞ്ഞു. ചില മനുഷ്യർ അങ്ങനെയാണ്. അവർ അതിരുകൾ ഭേദിക്കുന്നു. വിയറ്റ്നാമിലെ ഒരു സാധാരണ അടുക്കളയിൽ നിന്ന് മെഡിറ്ററേനിയൻ കടലിന്റെ ആഴങ്ങളിലേക്ക് അവൾ നടത്തിയ യാത്ര ലോകത്തിലെ പീഡിപ്പിക്കപ്പെടുന്ന എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതായിരുന്നു. തോക്കുകൾക്കും ബോംബുകൾക്കും തകർക്കാൻ കഴിയാത്ത ഒന്നുണ്ട് മനുഷ്യനിൽ. അതാണ് സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ദാഹവും സഹജീവിയോടുള്ള സ്നേഹവും. ബാഓങ് ഗോക്ക് നമുക്ക് മുന്നിൽ ഒരു ചോദ്യം അവശേഷിപ്പിക്കുന്നുണ്ട്. ലോകത്തിന്റെ ഒരറ്റത്ത് മനുഷ്യത്വം കത്തിയെരിയുമ്പോൾ വെറും കാഴ്ചക്കാരായിരിക്കാൻ നമുക്കെങ്ങനെ സാധിക്കുന്നു? നീതിക്ക് വേണ്ടിയുള്ള ശബ്ദം ഉയരുമ്പോൾ നമ്മളും അതിലുണ്ടായിരിക്കട്ടെ.